നമ്മളിപ്പം കർള കേവ്സിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ നമ്മള് പോകുന്നതെന്ന് പറഞ്ഞാല് ബുദ്ധിസ്റ്റ് കേവ് അല്ലേ? ബുദ്ധിസ്റ്റ് കേവ് ഉണ്ട്, കർള കേവ്സും ഉണ്ട്, അങ്ങനെ പറയാം. നമ്മളിപ്പോ പോകുന്നതന്നെ ഇപ്പൊ നമ്മള് പോകുന്നത് വേറൊരു കേവ് കാണാനായിട്ടാണ്. മർദാപൂർ എഴുതി വെച്ചത് മൊത്തം വായിക്കാൻ പറ്റിയില്ലല്ലോ. ശ്രീ ബാലദിഗംബർ അമ്പലമല്ല ഇവിടെയല്ലേ? ഇവിടുത്തെ ഇത് കണ്ടോ വെച്ച് ടാക്സി ഓട്ടോയുടെ കളറിലൊരു ടാക്സി. ഇതുണ്ടോ ഛത്രപതി ധരംവീർ ആരാ? നീ വായിച്ചില്ലായിരുന്നല്ലേ? അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറാൻ പോകും. നമ്മൾ വാങ്ങിയത് മിസൽ പാവ കേട്ടോ. ഇതാണത്. മണ്ണുണ്ട്, ഇതാണോ മിക്സർ പോലെ ഏതാണ്ടൊക്കെ ഇട്ട് സലാഡ് പോലെ. കഴിച്ചു നോക്കാം അല്ലേ? ആദ്യം തരട്ടെ. എങ്ങനെയുണ്ടാ ചാ? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു കാർ വാഷ് കണ്ടു. അവിടെ കയറിയത് നമ്മുടെ വണ്ടി എന്ന് പറയും. എന്നാ അഴുക്കായിരുന്നു നമ്മുടെ വണ്ടി കയറില്ലേ. ഇന്നലെ ഞാൻ കാസ്പത്തർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വഴിപടി നടന്നുകൊണ്ട് മൊത്തം പൊടിയായിരുന്നു, കംപ്ലീറ്റ് പൊടി. അവരെ മുഴുവൻ കഴുകി. ഇവിടെ പനവേൽ പോകുന്ന വഴിയല്ലേ? ഇതാണ് പനവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം എലഫന്റ് കേവ്സിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പം നമ്മൾ കരുതി നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയിട്ട് പോകാമെന്ന്. അതിനിവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇതൊക്കെ നേവി മുംബൈയുടെ ഭാഗങ്ങളാ അല്ലേ? നേവി മുംബൈ എന്താ പിന്നെ അതെന്നാണ് സ്ഥലത്തിന്റെ പേരല്ലേ? ശരിയാ, ചെറിയ മറ്റേ മിനി വാന്ന് പറയാല്ലേ? ഈക്കോയാണോ? ഈക്കോയാ, പക്ഷെ അത് ഇതൊക്കെ വെച്ചേക്കുന്ന പൈപ്പ് വെച്ചിട്ടുണ്ട്. പിള്ളേർ ചാടാതിരിക്കാൻ സേഫ്റ്റി കേട്ടോ. പിള്ളേർ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ട്. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. കൊച്ചു വിൽക്കാനായിട്ട് ചെമ്പകത്തിന്റെ പൂവാന്ന് തോന്നുന്നത്. അല്ലേ? ചെമ്പകപ്പൂവാന്ന് തോന്നുന്നത്. കണ്ടോ? മറ്റു മണമുള്ള ചെമ്പകത്തിന്റെ പൂവില്ലേ? നമ്പേഴ്സ് ഹിന്ദിയിലല്ലേ? 30, 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 17, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇത് കണ്ടോ? 950 തൊട്ട് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? ആടെ പോന്നു റോഡില്. ലാൻഡിംഗ് ആണോ? അതെ, ഉണ്ടോ? പോയി. നേവി മുംബൈയുടെ ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്തില്ലെന്ന് വേണ്ട അല്ലേ? ഫിഷും അല്ലേ? അതിനോട് തന്നെ ചോദിക്കണം. അത് ശരി,
ഇനി അങ്ങോട്ട് കണ്ടോ വേറൊരു കളറാ, ഓറഞ്ച് കളറാ ഇതിന്. ഈ പൂ എന്താ പ്രത്യേകം ഉണ്ടല്ലോ? അത് ചെമ്പകവാ പൂവ്, പിള്ളേർക്ക് ഇപ്പൊ ഈ പൂ മണമുള്ളതാ. വണ്ടിക്കകത്ത് വെച്ചാൽ മണം ഉണ്ടാവും, മുല്ലപ്പൂ പോലെ. ഓറഞ്ച് കളർ ആ പാലത്തിന് എവിടെ കണ്ടോ? ഇതാണല്ലേ പനവേൽ അല്ലേ? ഞാൻ കരുതി അവിടെ ഈ എന്താ പറയാ പാലവും ഇതൊക്കെ മാത്രമേ ഉള്ളത്, തണലുള്ളതും ഉണ്ടല്ലേ. പനവേൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. കിഴങ്ങാണത്, ആ സപ്പോർട്ടാണ്. സപ്പോർട്ടയും മറ്റേത് മെലണം, വാട്ടർ മെലൺ അല്ല, സ്വീറ്റ് മെലൺ. അയ്യോ ആയില്ലായിരുന്നോ? നമ്മളങ്ങനെ പൻവേലെത്തിയ ഒരു റൂം എടുത്തു. കാരണം ഇവിടുന്ന് ബോട്ട് കേവിലേക്ക് പോകുന്നത് 3 മണി വരേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ബോട്ട് പോകില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ പോയി അവിടുന്ന് കേവ് പോയി കാണാമെന്ന് കരുതി. സമയം ഇപ്പം 6 മണി കഴിഞ്ഞ്. നമ്മളിപ്പോൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കണം, പിന്നെ ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് കരുതി വെളിയിൽ ഇറങ്ങിയതാണ്. കഴിക്കുക ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലേ. ആദ്യം ഇപ്പം വന്നിപ്പോ ക്രിക്കറ്റാണ് നോക്കുന്നതല്ലേ. നമ്മളെ പോലത്തെ ഒരു വണ്ടി അവിടെ കിടക്കുന്നു അല്ലേ. മൊത്തം ഫ്ലാറ്റുകളാണല്ലോ. വർഷങ്ങളായിട്ട് അവിടെ താമസമുള്ളവരുണ്ടല്ലോ തോന്നുന്നല്ലേ. പഴയ ഫ്ലാറ്റുകളൊക്കെ അല്ലേ. നല്ല കാറ്റല്ലേ വെളിയില്. പച്ചക്കറി നല്ല കേട്ടോ. ആ അല്ല ആയിരിക്കും. ഇവിടെ ഒരു ബോർഡ് കണ്ടു, ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഹിന്ദു സേവാ സമിതി. എനിക്ക് തോന്നുന്നു അന്ന് ഇവിടെ ഇടുന്നുണ്ടായിരുന്നായിരിക്കും. ഇതേ ഒരു വിമാനം പോകുന്നുണ്ടോ? താന്നു. അപ്പൊ നമ്മൾ വഴിയിൽ പാനിപ്പൂരി കണ്ടപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. ഇതുണ്ട് എന്തേരെ ഒന്ന് നോക്കിക്കേ, നല്ല തിരക്കാണ്. റോഡിലും നല്ല തിരക്കുണ്ട്, പാനിപ്പൂരി കഴിക്കുന്നിടത്തും നല്ല തിരക്കാണ്. കേരളം വിട്ടാൽ പിന്നെ ഇവർ 3 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ, പാനിപ്പൂരിയും മസാലപ്പൂരി. ഇതിലേക്കൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാള്. എങ്ങോട്ട് പോണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക. അടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. 7 മണിയായി കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് പോയേക്കാന്ന് കരുതി. നല്ല തിരക്ക് അല്ലേ. സ്ട്രീറ്റ് ഫുഡ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അല്ലാതെ കടയിൽ അത്രയും തിരക്ക് കണ്ടില്ല അല്ലേ. പോകുന്ന വഴിയിൽ അങ്ങ് കഴിക്കുക, അത്രേ ഉള്ളൂ അല്ലേ. സ്വീറ്റ്സ് ഒരുപാടുണ്ടല്ലേ. ആ ഈ മാപ്പ് മലയാളം പറഞ്ഞു മനുഷ്യനെ ഇന്ന് വരയ്ക്കുമെന്ന് തോന്നുന്നു അല്ലേ. അയ്യപ്പ ക്ഷേത്രം മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, അയ്യപ്പ ടെമ്പിൾ. എന്റെ ഭഗവാനെ, ഇങ്ങനെ ദേവി മുംബൈയിൽ അയ്യപ്പ ടെമ്പിൾ ഉണ്ടല്ലേ. വലിയ കടയാ, മുടി കിട്ടുന്നൊക്കെ വലിയ കടയാ.
അത്ര ഉണ്ടാകും, അത്ര മതിയായിരുന്നു ഒരു നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഇടാൻ അല്ലേ? അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. അല്ല മറ്റേ ഇവിടെ എല്ലാം മറ്റേ മധുരം കൂട്ടിയില്ല, ഇവർക്കെല്ലാം മധുരം വേണം. മധുരം കേട്ടോ? റോഡ് സൈഡിൽ തേങ്ങ ഇരിക്കുന്നത് കണ്ടോണ്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നേ മേടിക്കാനായിട്ട്. നമ്മള് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ്ട് അവിടെ 3-4 ചേച്ചിമാര് നിൽക്കുന്നു, മലയാളി ചേച്ചിമാര്. അപ്പൊ അവരോട് സംസാരിച്ചു. അല്ലെ, അവര് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളവരാ. ഭാഗത്താനം ഒക്കെ അറിയാവുന്ന പറഞ്ഞേ. അപ്പൊ അവരോട് സംസാരിച്ചു. നമ്മൾ ഫോൺ കൊണ്ടല്ല ഇറങ്ങിയത്, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മള് തേങ്ങായും വാങ്ങി, അവരെയും കണ്ടു. സന്തോഷം അല്ലേ? ഉണ്ടോ എന്നാ വെച്ചാ ബാലാജി സിംഫണിയോ എന്നതാ, എന്നാ വലിയ ബിൽഡിംഗ് അല്ലേ? ഹോട്ടല് തപ്പി ഇവിടെ ഒരു ഹോട്ടല് കിട്ടി കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം ബാറും കൂടെ ചേർന്ന ഹോട്ടലുകളാണ്. അതായത് നമ്മള് കയറി ഒരിടത്ത് അല്ലേ. എന്നിട്ട് നമ്മള് റൊട്ടിയും പറഞ്ഞു, ഒരു പനീർ ബട്ടർ മസാലയും പറഞ്ഞു. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇനി റൂമിലേക്ക് പോകും. ഇനി നാളെ രാവിലെ അടുത്ത യാത്രയുള്ളൂ.